ഇന്നൊരു ചിക്കൻ ബൺ ഉണ്ടാക്കാമേ. അതിനായിട്ട് ഞാനിവിടെ 2 ബോട്ടിൽ 10 രൂപയുടെ ബോട്ടിൽ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇളം ചൂടുള്ള പാലും കൂടെ ഒഴിച്ച് ഒന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോഴേക്കും അത് നല്ല രീതിയിലൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിവിടെ അര കപ്പിൽ 2.5 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈസ്റ്റിൻ്റെ കൂടിലോട്ട് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി മാവിലോട്ട് കുറച്ച് വാനില എസൻസ്, 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും കുറച്ച് ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മുടെ ഈസ്റ്റിൻ്റെ കൂട്ടും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. പിന്നെ ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കൻ ഒരു 250 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്ത് മിക്സാക്കി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം പൊരിച്ചെടുത്ത ചിക്കനെ നമ്മൾ മിക്സിയിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഫ്രൈ പാനിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പം ഞാൻ ഈ ചിക്കൻ്റെ കൂട്ടിലോട്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല, സവാള അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല, വേറെ ചിക്കൻ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ എരി വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി എരിയൊന്ന് ആക്കിയെടുക്കാമേ. കുറച്ചും കൂടി കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നമ്മുടെ മാവൊക്കെ നല്ല രീതിയിൽ പൊങ്ങി വന്നതിന് ശേഷം അതിനെ ഇതേപോലെ ഉരുളകളാക്കി എടുത്തിട്ട് അതിനെ ഒന്ന് പരത്തിയെടുത്ത് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ചിക്കനെയൊക്കെ വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാമേ. അപ്പം അതൊക്കെ 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അത് നല്ല രീതിയിലൊന്ന് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ചൂടായ എണ്ണയിലോട്ട് അതിനെ ഒന്ന് നമുക്കിട്ട് ആ ബണ്ണിനെ ഓരോന്നായിട്ട് എടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. കുറച്ച് തീയിലിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ അവയൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടും കേട്ടോ. അപ്പം മധുരമൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് ചോക്ലേറ്റൊക്കെ ചേർക്കുന്നതിന് പകരം ചിക്കൻ ചേർത്ത് ചെയ്ത് കൊടുത്താൽ മതിയേ. സോസ് കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ബൺ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി